ആഷിക, ഇവിടെ പാർട്ടിയിൽ ഇവിടെ സ്വാതന്ത്ര്യം കിട്ടിയോ എന്നൊരു സംശയം വരുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ അടിത്തട്ടിൽ നിന്നും ഇവിടെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നുമൊക്കെ ഇവിടെ വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് പാർട്ടിക്ക്. ഓരോ കാര്യങ്ങൾ അത് എവിടെ താഴെത്തട്ടിൽ നിന്നായാലും മുകളിൽ നിന്നായാലും ഒരുമിച്ചാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തിരുവനന്തപുരത്ത് സംസ്ഥാന കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് നിരവധി വിമർശനങ്ങൾ ഡിവൈഎഫ്ഐയുടെ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ പാർട്ടി പ്രവർത്തകർക്ക് എങ്ങനെയാ ബോധം വച്ചോ, അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ പ്രതികരണ ശേഷി അവർക്ക് തിരികെ വന്നോ, എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഡിവൈഎഫ്ഐയുടെ ബോധം തിരിച്ചു വന്നോ അല്ലെങ്കിൽ പ്രതികരണ ശേഷി തിരിച്ചു വന്നോ എന്നതിലല്ല എൻ്റെ ഏറ്റവും ഒരു കൺസേൺ, അല്ലെങ്കിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് തോന്നിയിട്ടുള്ള ഡിവൈഎഫ്ഐയുടെ കാര്യത്തിൽ. നമ്മുടെ തിരുവനന്തപുരത്തെ മുൻ മേയർ ആര്യ രാജേന്ദ്രനെ ഡിവൈഎഫ്ഐയുടെ ജില്ലാ തലപ്പത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ചരടുവലി, ആ ചരടുവലിയാണ് ഇതിലെ ഏറ്റവും വലിയ പ്രധാന ഹൈലൈറ്റ്. കാരണം 5 വർഷം മേയറായി തിരുവനന്തപുരം കോർപ്പറേഷനെ മുടിപ്പിച്ച അവസാനം BJPയുടെ കയ്യിലെത്തിച്ച അല്ലെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയ ആര്യ രാജേന്ദ്രൻ ഡിവൈഎഫ്ഐയിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെ നടക്കുമെന്നാണ് ഇതിലേക്ക് നോക്കാനുള്ളത്. കുറേ കാലങ്ങളായി ആര്യ രാജേന്ദ്രൻ സൈലന്റ് മോഡിലായിരുന്നു. ഇപ്പോൾ ആര്യ രാജേന്ദ്രനെ ഈ ഒരു ജില്ലാ തലപ്പത്തേക്ക് കൊണ്ടുവരാൻ നമ്മുടെ റഹീം കൂടാതെ ഗോവിന്ദമാഷെല്ലാം കൊണ്ടുപിടിച്ചുള്ള ശ്രമത്തിലാണ്. അതിൽ ഒരു വിഭാഗം ഡിവൈഎഫ്ഐക്കാർ അസംതൃപ്തരുമാണ്, അല്ലെങ്കിൽ അവർ അസ്വസ്ഥരാണ്. ഇപ്പോൾ ഓൾറെഡി അവിടെ തിരുവനന്തപുരം ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയിൽ ഈ ഒരു പുകഞ്ഞ ഒരു അവസ്ഥയിലാണ്. കാരണം ഈ താഴെത്തട്ടിലായാലും ഈ ഡിവൈഎഫ്ഐയുടെ ആ കീഴ്ഘടകങ്ങളെല്ലാം ആകെ ഉറങ്ങിയ മട്ടാണെന്നാണ് പറയുന്നത്. പ്രവർത്തകർ സജീവമല്ല, അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ നിലവേ നടക്കുന്നില്ല, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിൽ ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊന്നും അത്ര കാര്യമായി ഏൽക്കുന്നില്ല എന്നുള്ളൊരു പരാതി ഈ ജില്ലാ കമ്മിറ്റിയിൽ പരക്കെ ഉയരുന്നുണ്ട്. പാർട്ടിയിൽ നിൽക്കാൻ തന്നെ പേടിയാവുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതെ. ഇപ്പോൾ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് സെക്രട്ടറി മുമ്പാകെയാണ് ഇതുപോലത്തെ വിമർശനങ്ങൾ വരുന്നത്. അതുമാത്രമല്ല, പ്രസിഡന്റ് സെക്രട്ടറി അതായത് VK സനോജനും V വസീഫിനെതിരെ കാര്യമായിട്ടുള്ള രൂക്ഷ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ശരിക്കും കഴിഞ്ഞ ദിവസം നടന്ന ആ DYFI സമ്മേളനത്തിൽ ഇവർ രണ്ടുപേരും, സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റെയും എടുത്തുകൊടുക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അവിടെ കണ്ടത്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ നിരവധി വിമർശനങ്ങൾ പാർട്ടിക്കാർ ഉന്നയിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ED പിണറായി വിജയൻ്റെ വസതിയിലെത്തിയ ED ആക്രമിച്ചത് മോശമായി പോയി, പല കാര്യങ്ങളും ഇടപെട്ടില്ല, അല്ലെങ്കിൽ പാർട്ടി ഒരു കൃത്യമായി സംഘടനാ വ്യക്തിത്വമില്ലാതെ പെരുമാറുന്നു എന്നുള്ള നിരവധി വിമർശനങ്ങളാണ് ഇവർ ഉന്നയിച്ചു വരുന്നത്. അപ്പം ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വിമർശനം ഉന്നയിക്കുക എന്നത് പാർട്ടിയിലെ അതിപ്പോൾ സാധാരണ നമ്മൾ കോൺഗ്രസ്സിലാണ് കണ്ടിട്ടുള്ളത്. പുറമേലേക്കും ഇവരുടെ വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുള്ളത്. അവർ അങ്ങനെ രഹസ്യമായിട്ടൊന്നും വയ്ക്കാറില്ല. വിമർശനം ഉണ്ടെങ്കിൽ അത് പുറമേ പറയും. ഇതിപ്പോൾ ഇടതുപക്ഷത്തും അങ്ങനെ ഒരു പ്രതിഭാസം വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം വിമർശനങ്ങൾ ഒരു പബ്ലിക്കായിട്ട് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഇതൊരു മാറ്റത്തിന് വഴിതെളിക്കുമോ? ഇവർ പൊതുജനങ്ങളോടല്ല ഈ പ്രതികരണങ്ങൾ കാര്യങ്ങളോ ഒന്നും പറഞ്ഞത്, അവരുടേതായിട്ടുള്ള സംസ്ഥാന നേതാക്കളുള്ള ആ ഒരു കമ്മിറ്റിയിലാണ്. അല്ലാതെ പുറത്തെ പൊതുജനങ്ങളോട് ഈ തൻ്റേതായിട്ടുള്ള ഉള്ളിലുള്ള അസ്വാരസ്യങ്ങളൊന്നും വെളിപ്പെടുത്തിയ ചരിത്രമില്ല. ഇപ്പോൾ DYFIക്കാകട്ടെ, SFI ആകട്ടെ, അല്ലെങ്കിൽ CPMൻ്റെ മുതിർന്ന നേതാക്കളാകട്ടെ, അവർക്കൊന്നും പരസ്യ പ്രതികരണത്തിനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം അവർക്കില്ല ഇതുവരെ. ഇപ്പോൾ വരുന്നതെല്ലാം എന്ന് പറഞ്ഞാൽ ആ ഒരു കമ്മിറ്റിയിലുണ്ടായ ആ ഒരു മിനിറ്റ്സും അല്ലെങ്കിൽ അതിലെ റിപ്പോർട്ടിലുമാണ് ഇതുപോലത്തെ വിമർശനങ്ങൾ ഉന്നയിച്ചു, അല്ലെങ്കിൽ ഇവർക്കെതിരെ രൂക്ഷ വിമർശനമുണ്ടായി, അല്ലെങ്കിൽ പരാമർശമുണ്ടായി എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ ഇവർ ഒരു ഒരു റീകൺസ്ട്രക്ഷന് വേണ്ടി DYFI നേതാക്കൾ ആലോചിക്കുന്നുണ്ട്, അല്ലെങ്കിൽ DYFIയിലെ ഒരു പൊളിച്ചുപണി അനിവാര്യമാണെന്ന് ഈ പ്രവർത്തകർക്കുള്ളിൽ തന്നെ ഒരു പുകച്ചിലുള്ളത് ഇപ്പോൾ പരക്കെ പുറത്തേക്ക് വരികയാണ്. അതുമാത്രമല്ല, ഇതിനു മുമ്പ് നമ്മുടെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായ ഓരോ അവലോകന യോഗങ്ങളുണ്ടല്ലോ, അവലോകന യോഗങ്ങളിൽ ഇപ്പോൾ ഈ LDFിൻ്റെ PR വർക്കായി, അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ വാലായി മാറി DYFI എന്ന രീതിയിലുള്ള ആ വിമർശനങ്ങൾ കാര്യങ്ങളും എല്ലാം ഉന്നയിച്ചെങ്കിലും പക്ഷേ അവർ ആ ഒരു അതേ പാതയിൽ തന്നെ പിന്തുടർന്ന് പോവുകയാണ് ഈ ഒരു പ്രസ്ഥാനം. ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ ആ ഒരു നിലപാട് എന്ന് ഇവർ മാറുന്നുവോ അന്ന് ഇവർക്ക് സ്വതന്ത്ര ചിന്തയുള്ള യുവജന പ്രസ്ഥാനമായി തുടരാമെന്നാണ് എൻ്റെ ഒരു കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് വളരെയധികം വിമർശനമാണ് ഇവർക്ക് വരുന്നത്. പലരും കേൾക്കാതെ പോകുന്നു. പാർട്ടി പലപ്പോഴും സർക്കാരിനെ വിമർശിക്കാൻ മറന്നു പോകുന്നു. പിണറായി വിജയൻ പാർട്ടിയായി മാറുന്നു, അല്ലേ? ഇങ്ങനെയുള്ള നിരവധി വിമർശനങ്ങളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആര്യ രാജേന്ദ്രനെ
ഈ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ, ജില്ലാ പ്രസിഡന്റിൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ, ഇവിടെ നമുക്കറിയാം പ്രധാനമായിട്ടും തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ പരാജയം ഇവിടെ നമുക്കറിയാം തിരുവനന്തപുരം കോർപ്പറേഷൻ കൈവിട്ടു പോയത് പ്രധാനമായും ആര്യ രാജേന്ദ്രൻ്റെ ആ ഒരു അധികാര കഴിവുകേട് കൊണ്ട് തന്നെയായിരുന്നു. അത് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ആര്യ രാജേന്ദ്രനെ ജില്ലാ പ്രസിഡന്റ് ആക്കുക എന്നുള്ളത് പാർട്ടിക്കിടയിൽ തന്നെ വലിയ ഒരു അലച്ചിലുണ്ടാക്കുമെന്നുള്ള ഉറപ്പാണല്ലേ? അതെ, അതുകൊണ്ട് തന്നെയാണ് ഡിവൈഎഫ്ഐയുടെ പ്ലാൻ ബി എന്ന നിലയ്ക്ക് ജില്ലാ ട്രഷററായ ഗ്രീഷ്മയെ ആ ഒരു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർത്തുക എന്നുള്ളൊരു ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു അഭിപ്രായം അവിടെ വന്നിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ ഡിവൈഎഫ്ഐയിൽ തന്നെ 2 ചേരി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം ആര്യ രാജേന്ദ്രൻ്റെ ആ ഒരു സമീപകാലത്തെ ചില അസാന്നിധ്യങ്ങളോ അല്ലെങ്കിൽ അവരെ ഒഴിവാക്കിക്കൊണ്ടുള്ള പാർട്ടി പ്രവർത്തകരുടെ ഒരു പ്രകടനങ്ങളോ അല്ലെങ്കിൽ പൊതു യോഗങ്ങളോ കാര്യങ്ങളോ അല്ല ഇതിൽ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ നമ്മുടെ MV ഗോവിന്ദൻ്റെയോ അല്ലെങ്കിൽ A റഹീമിൻ്റെയും താല്പര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുൻ മേയറൂട്ടി തന്നെ ഈ DYFI നയിക്കട്ടെ എന്നുള്ളൊരു ചിന്തയാണെങ്കിൽ ഇപ്പോൾ DYFIക്ക് വരാൻ പോകുന്നത് വഴിയിൽ തങ്ങില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത് മാത്രമല്ല, ഇപ്പോൾ വിഷ്ണു കുറച്ചു നേരം മുമ്പ് പറഞ്ഞിരുന്നു നമ്മുടെ തിരുവനന്തപുരത്ത് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് അത് ഒരിക്കലും വേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു വീണ്ടും വിചാരം DYFIക്ക് വന്നു എന്ന്. പലപ്പോഴും വീഴ്ച ഉണ്ടായതിന് ശേഷമാണ് ഇവർക്ക് വീണ്ടും വിചാരം വരുന്നത്. അല്ലാതെ സമചിത്തതയോടെ അല്ലെങ്കിൽ സഹിഷ്ണുതയോടെയും ചിന്തിച്ച് കാര്യങ്ങൾ നടത്താനുള്ള ആ ഒരു ബോധം DYFIക്ക് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ കൈമോശം വന്നു എന്നതിൻ്റെ ഒരു വ്യക്തമായിട്ടുള്ള ഉദാഹരണമാണ് ഇപ്പോൾ വൈകി വന്ന ഈ ഒരു ബോധോദയം. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ പരാജയപ്പെട്ടിട്ടും ഇവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ വശങ്ങളിൽ നിന്നും അല്ലേ. ഇപ്പോൾ എന്താ ഇടതുപക്ഷത്തിന് അവരുടെ ചരിത്രത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ പരാജയമായിരുന്നു കേരളത്തിലുണ്ടായത്. 35 സീറ്റുകളിലേക്കാണ് ഒതുങ്ങിപ്പോയത്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ അതിനുശേഷവും പാർട്ടിയിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു, അല്ലെങ്കിൽ നിരന്തരമായിട്ട് അതിപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് വരുന്നു, ഇവിടെ DYFI അവിടെ നേതാക്കളിൽ നിന്ന് വരുന്നു, അങ്ങനെ നിരന്തരമായ വിമർശനങ്ങൾ വരുന്നു. ഇവരെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കണം, പാർട്ടി തന്നെ പാർട്ടിയെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഇവിടെ അസ്വാരസ്യങ്ങളൊക്കെ പുറത്തു വരികയാണെന്നുള്ളത് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു നടപടി പോകുന്നത് നമുക്ക് കാണാൻ പറ്റും അല്ലേ? അത് മാത്രമല്ല, ഇപ്പോൾ അവരുടെ നടപടി അത് വഴിക്ക് പോട്ടെ, ഇവരുടെ മറ്റൊരു പരാതി എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ DYFIക്ക് അത്ര റീച്ച് പോരാന്നുള്ളൊരു പരാതിയുണ്ട്. നമ്മുടെ ഈ നീറ്റ് പരീക്ഷയിലും അല്ലെങ്കിൽ ഈ ക്രമക്കേടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചെയ്ത പ്രവർത്തനങ്ങളല്ല അല്ലെങ്കിൽ പ്രതിഷേധങ്ങളെല്ലാം വെറും പ്രഹസനങ്ങൾ മാത്രമായി പോയി എന്ന ഒരു സ്വയം വിലയിരുത്തൽ ഈ DYFIക്കുണ്ട്. അതേസമയം PSC പോലുള്ള സംസ്ഥാനത്ത് നടന്ന കാര്യങ്ങൾ, ആ PSCയിലെ ക്രമക്കേടുകളെ കുറിച്ച് കാര്യമായിട്ടുള്ള പ്രതിഷേധം ഉയർത്താത്തതും ഇവരുടെ ആ ഇരട്ടത്താപ്പ് തുറന്നു കാണിക്കുന്ന ഒരു അവസ്ഥയായിപ്പോയി. അതുമാത്രമല്ല, ഈ ഒരു പ്രതിഷേധത്തിൽ ഇവർക്ക് വന്ന ഒരു കൈമോശം അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള ഒരു പ്രതിഷേധം ഉയർത്താത്തത് അല്ലെങ്കിൽ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആകാൻ പറ്റാത്ത ഒരു കാരണമായി പറയുന്നത് തുടർന്ന് വന്ന ഉപതെരഞ്ഞെടുപ്പുകൾ, കൂടാതെ നിയമസഭ ത്രിതല പഞ്ചായത്ത് അല്ലെങ്കിൽ ലോക്സഭാ ഇലക്ഷനുകളിൽ ഉണ്ടായിരുന്ന തിരക്കും കാര്യങ്ങളുമാണ് ഇതുപോലെ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ലൈവായി നിൽക്കാൻ സഹാക്കൾക്ക് പറ്റാതെ പോയത് എന്നൊരു കാരണം ഇവർ ഉന്നയിക്കുന്നുണ്ട്. അതുമാത്രമല്ല, മറ്റൊരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തലിനെ അറിയാലോ. ആ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആ ഒരു റീച്ച് പോലും സംസ്ഥാന DYFIയും അല്ലെങ്കിൽ 1000 DYFI ഒരുമിച്ച് വന്നിട്ടും കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി ഇവർ ഈ ഒരു കമ്മിറ്റിയിൽ ഉന്നയിക്കുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ രാഹുലിനുള്ള ആ ഒരു ജനസമ്മതി പോലും DYFIക്ക് ഇല്ല എന്നുള്ളൊരു പൊതു വികാരം DYFIയിൽ ഇപ്പോൾ പുതുതായിട്ട് ഉണർന്നു വന്നിട്ടുണ്ട്. അത് വലിയൊരു വിഷയം തന്നെയാണ്. രാഹുലിനെ വെച്ചാണ് കമ്പയർ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അത്രയ്ക്ക് പോലും രാഹുലിനെ ഇത്രയും പീഡനാരോപണത്തിൽ പെട്ടിട്ടും രാഹുലിന് കിട്ടുന്ന ഒരു പ്രതീതി പോലും എന്തുകൊണ്ട് DYFIക്ക് മറ്റ് സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ആ ഒരു ജനങ്ങളിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളത് വലിയ പരാതി തന്നെയാണ്. ഇപ്പോൾ PSC ക്രമക്കേടുമായി ബന്ധപ്പെട്ടും ഇവിടെ അവരാരും പ്രതിഷേധിക്കുന്നില്ല. അത് ആ ഒരു സർക്കാരിൻ്റെ തന്നെ ഏറ്റവും വലിയ, അല്ലെങ്കിൽ ആ സംഘടനയുടെ തന്നെ ഏറ്റവും വലിയ പരാജയമാണ്. ഇപ്പോൾ CJPയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഇവിടെ SFI അവിടെ ഒരുപാട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ഈ ഒരു കാര്യത്തിൽ അവർ മൗനം പാലിച്ചു എന്നുള്ളത് വളരെ നമുക്ക് അതെന്തുകൊണ്ട് അങ്ങനെ മൗനം പാലിക്കുന്നു, അവിടെയാണ് ഞാൻ പറഞ്ഞത് ഒരു ഇരട്ടത്താപ്പ് എന്ന് പറയുക. അതായത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ചെയ്തു വെച്ച ഒരു വീഴ്ചകൾക്കൊന്നും ഇപ്പോൾ പ്രതികരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. ആകെ നാവടഞ്ഞ അവസ്ഥയാണ്. അതുമാത്രമല്ല, ഇടയ്ക്ക് LDFനെ അല്ലെങ്കിൽ CPMനെ വിമർശിച്ചിട്ട് രാഹുൽ പോകുന്നു. രാഹുലിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇതുപോലെ പീഡക അല്ലെങ്കിൽ കോഴി രാഹുലെ എന്ന് പറഞ്ഞ് കമൻ്റ് ഇടാന്നല്ലാതെ അതിനൊരു മറുപോസ്റ്റ് ഇടാൻ ഈ ഒരു DYFIയിൽ ഒരാൾക്കും പറ്റുന്നില്ല. ചെയ്താൽ തന്നെ അത് കാര്യമായിട്ടുള്ള രീതിയിൽ റീച്ച് ഉണ്ടാകുന്നില്ല എന്നുള്ളതും മറ്റൊരു
വസ്തുതയാണ്. കേന്ദ്ര കമ്മിറ്റിയുടെ വിശദീകരണങ്ങൾക്ക് ബദലായി അതുമായി ബന്ധപ്പെട്ട് തന്നെ ഇവിടെ സംസ്ഥാന കമ്മിറ്റി അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലും വിമർശനങ്ങൾ ഉയരുന്നു. ഇത് പൊതുവെ പാർട്ടിയുടെ ഒരു അടിത്തട്ട് ഇളകി എന്നുള്ള ഒരു അല്ലെങ്കിൽ ഇപ്പോഴും വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പാർട്ടി സർക്കാരുമായി സർക്കാരിനെ വിമർശിക്കുന്നില്ല, പാർട്ടി ഇപ്പോഴും സർക്കാരിന് വേണ്ടി നിലകൊള്ളുന്നു, സർക്കാരിൻ്റെ അഭിപ്രായങ്ങളെ മാനിക്കുന്നു, പക്ഷേ എന്നാൽ എതിര് അഭിപ്രായം പറയുന്നില്ല എന്നുള്ളൊരു അവരുടെ വിമർശനമുണ്ടല്ലോ കേന്ദ്ര കമ്മിറ്റിയുടെ, അത് സത്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം.